അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാപ്രവചനം 57 അധ്യായം 15 വാക്യവും യെശയ്യാപ്രവചനം 66 അധ്യായം 2, 5 വാക്യങ്ങളും നമുക്ക് വായിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനും ആയവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. യഹോവയുടെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരെ, അവൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യെശയ്യാപ്രവചനം 57 അധ്യായം 15 വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് തന്നെ ദൈവം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമം ഉള്ളവനുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ യോഗ്യതകളുള്ള ആരും പ്രപഞ്ചത്തിലില്ല എന്ന് സാരം. ഇവൻ ഭയപ്പെടുവാൻ യോഗ്യനാണ്. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാവുകയും ഉളവാകട്ടെ എന്ന് പറയുമ്പോൾ ഉളവാകുകയും ചെയ്യും. അനേകം ഉദാഹരണങ്ങൾ ബൈബിളിലും ബൈബിളിന് പുറത്തും ഇതിന് തെളിവായിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന അത്ര അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ കാര്യം ചെയ്യുവാൻ കഴിവുണ്ടായാൽ മനുഷ്യർ അത് നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അനേകരോട് താൻ ചെയ്ത കാര്യം അറിയിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ കർത്താവ് എത്ര വലിയ കാര്യം ചെയ്താലും സൈലൻ്റ് ആയിരിക്കും. നിറകുടം തുളുമ്പുകയില്ല എന്ന പഴഞ്ചൊല്ല് നമുക്ക് അറിയാമല്ലോ. അതെ, കർത്താവ് എപ്പോഴും മനുഷ്യവർഗത്തോട് പറയുന്നത് താഴ്മ ധരിക്കുവാനാണ്. അവൻ വിശുദ്ധിയിൽ അതിഭയങ്കരനാണ്. സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അവനിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണോ അത് ഉപേക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് തനിക്ക് വസിക്കുവാൻ അന്വേഷിക്കുന്നത് താഴ്മയുള്ളവരെയും മനസ്താപമുള്ളവരെയുമാണ് എന്ന് യെശയ്യാപ്രവചനം 57 അധ്യായം 15 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. താഴ്മ എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ എന്നും, വിനയമുള്ളവൻ എന്നാൽ അഹങ്കാരികളല്ലാത്തവൻ എന്നും എല്ലാം അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മനസ്താപം എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റായ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയും അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാപ്പ് ചോദിച്ച് വീണ്ടും ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നതുമാകുന്നു. ലോകത്തിലെ ഒരു വ്യക്തിയും അങ്ങനെ ചെയ്യുന്നവരെ മാനിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു, അവർക്ക് ചൈതന്യം വരുത്തുവാൻ ഞാൻ അവരോടുകൂടെ വസിക്കും എന്ന്. ചൈതന്യം വരുത്തുക എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ലൈഫ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും പ്രവർത്തനക്ഷമമാക്കുക, ബലപ്പെടുത്തുക, റിഫ്രഷ് ആക്കുക, ആത്മീക ജീവിതത്തിലേക്ക് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ആത്മാവിന് വീണ്ടും ജീവൻ കൊടുക്കുക എന്നെല്ലാം അതിന് അർത്ഥമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാം ഏതവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നമ്മെ സഹായിക്കുവാൻ കർത്താവിൻ്റെ കൈവശം ഒരു പാക്കേജ് ഉണ്ട്. പാപം ചെയ്യുക മൂലം സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഓർക്കുക, യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിനായി നാം ചെയ്യേണ്ടത് നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് സദൃശവാക്യങ്ങൾ 28 അധ്യായം 13 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനത്തെങ്കിൽ വിറയ്ക്കുന്ന വ്യക്തികളെ ദൈവം സ്നേഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തെ ഭയമില്ലാത്ത അനേകം വ്യക്തികളുണ്ട്. അവർ ദൈവഭവനത്തിൽ തന്നെ നിലനിൽക്കുന്നതിന് കാരണം ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക്കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു എന്ന് സഭാപ്രസംഗി 8 അധ്യായം 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ദീർഘക്ഷമയുള്ളവനാകയാൽ ജനത്തോട് ക്ഷമിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ മലാഖി പ്രവചനം 4 അധ്യായം 1 വാക്യത്തിൽ ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോഴാണ് ദൈവവചനത്തെ നിസ്സാരമായി കാണുന്ന വ്യക്തികൾ ദൈവവചനത്തിൻ്റെ ശരിയായ ശക്തി തിരിച്ചറിയുക. അപ്പോൾ അഹങ്കാരികളെല്ലാം താളടിയാകും. സകല
ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. എന്നാൽ മലാഖി പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. മലാഖി പ്രവചനം 4-ാം അധ്യായം 3-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീർ ആയിരിക്കെ കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിന് ഉണർവുണ്ടാകണമെങ്കിൽ, നമുക്ക് ഹൃദയകാഠിന്യമുണ്ടെങ്കിൽ, അത് മാറണമെങ്കിൽ താഴ്മ ആവശ്യമാണ്. യേശു കർത്താവിൻ്റെ ഭാവം തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. അവൻ തന്നെ താൻ താഴ്ത്തി, തന്നെയുമല്ല നമുക്ക് പാപബോധമുണ്ടാകണം. തെറ്റ് ചെയ്താൽ നമുക്ക് പശ്ചാത്തപം ഉണ്ടാകുന്നില്ല എങ്കിൽ ദൈവസാന്നിധ്യം നമ്മിൽ ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് പാപബോധം ഇല്ലാത്തപ്പോഴും ദൈവത്തെ ആരാധിക്കുവാനും അന്യഭാഷ പറയുവാനും നമുക്ക് കഴിയും എന്ന കാര്യം മറന്നു പോകരുത്. അപ്രകാരം ജീവിച്ച ചില വ്യക്തികൾ ന്യായവിധി നടക്കുമ്പോൾ യേശുവിനോട് വാദിക്കുന്നതായി യേശു ഉപമയായി പറഞ്ഞു. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പലതും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ശരിയുമാണ്. പക്ഷെ അവർക്ക് ദൈവം കൊടുത്ത കൃപാവരം ഉപയോഗിച്ചാണ് അവർ വീര്യപ്രവൃത്തികൾ ചെയ്തത്. കൃപാവരമുള്ള എല്ലാവരും സ്വർഗത്തിൽ പോവുകയില്ല അവർ പാപം ചെയ്താൽ. എന്നാൽ ആത്മാവിൻ്റെ ഫലമുള്ളവരെല്ലാവരും സ്വർഗത്തിൽ പോകും അവർ പാപം ചെയ്തില്ലെങ്കിൽ. കൃപാവരം ദൈവം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നത് പൊതുപ്രയോജനത്തിനായിട്ടാണ്. അത് ലഭിച്ച വ്യക്തി പാപം ചെയ്താലും ദൈവം കൃപാവരം പിൻവലിക്കുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നെല്ലിന് ഡ്യൂപ്ലിക്കേറ്റ് പതിരാണ് എങ്കിൽ ദൈവത്തിന് ഡ്യൂപ്ലിക്കേറ്റ് അന്യദൈവങ്ങളാണ്. പരിശുദ്ധാത്മാവിന് ഡ്യൂപ്ലിക്കേറ്റ് ദുരാത്മാവാണ്. അന്യഭാഷയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. വിശ്വാസിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നാം അത് മറന്നു പോകരുത്. നാം ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആവുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. സകല ഡ്യൂപ്ലിക്കേറ്റുകളും മലാഖി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ താളടിയായി തീരും എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആകയാൽ ഈ പുതിയ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നേരാവണ്ണം ജീവിച്ച വചനത്തിൽ വിറയ്ക്കുന്ന വ്യക്തിയായി നമുക്ക് ജീവിക്കാം. കർത്താവേ, അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായി തീർന്നിരിക്കുന്നെങ്കിൽ അങ്ങവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.